നമസ്കാരം. സിവിൽ സ്കോർ ഇല്ലാത്തതിൻ്റെ പേരിൽ ലോണുകളോ ക്രെഡിറ്റ് കാർഡുകളോ നിങ്ങൾക്ക് ലഭിക്കാത്ത ഒരാളാണോ? അതുമല്ലെങ്കിൽ നിങ്ങൾ EMI ആയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്ക് സിവിൽ സ്കോർ വർദ്ധിപ്പിച്ച് നിങ്ങൾക്കും ഈസി ആയിട്ട് ലോണുകളും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡുകളും അതുപോലെ തന്നെ EMI സാധനങ്ങളൊക്കെ വാങ്ങുവാൻ പറ്റുന്ന ഒരു കിടിലൻ ആപ്പിനെ കുറിച്ചാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. നമ്മളിൽ പലരും ബാങ്കിൽ ചെന്ന് കഴിയുമ്പോൾ സിവിൽ സ്കോർ ഇല്ലാത്തതിൻ്റെ പേരിൽ നിങ്ങളെ മടക്കി അയക്കാറാണ് സാധാരണ സംഭവിക്കാറുള്ളത്. സിവിൽ സ്കോർ ഇല്ലാത്തതിൻ്റെ പേരിൽ നിങ്ങളെ സാധാരണ ബാങ്കുകാർ നിങ്ങൾക്ക് ലോണൊന്നും തരത്തില്ല. അതുമല്ല, നിങ്ങളെ ലോണുകളൊക്കെ എടുത്ത ഒരാളാണെങ്കിൽ അതിൻ്റെ EMI ഒക്കെ മുടങ്ങിപ്പോയതിൻ്റെ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പം സിവിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കറക്റ്റായിട്ട് EMI അടയ്ക്കാൻ പറ്റിയില്ല, നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് ചിലപ്പം അടയ്ക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരുടെയൊക്കെ സിവിൽ സ്കോർ നഷ്ടപ്പെട്ടു പോയിട്ട് അവർക്ക് പിന്നെ പുതിയ ലോണുകളോ അതുപോലെ ക്രെഡിറ്റ് കാർഡുകളോ ഒന്നും കിട്ടത്തില്ല. അങ്ങനെയുള്ളവർ ഇപ്പോൾ EMI ഒക്കെ ആയിട്ട് ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും അവർക്ക് സിവിൽ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ലോണുകളൊന്നും കിട്ടത്തില്ല, അല്ല EMI ആയിട്ട് സാധനങ്ങൾ വാങ്ങാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ സിവിൽ സ്കോർ വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോണുകളൊക്കെ ലഭിക്കുകയും ചെയ്യും. അങ്ങനെ നിങ്ങളുടെ സിവിൽ സ്കോർ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈസി ആയിട്ട് സിവിൽ സ്കോർ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റും. അതിന് പറ്റുന്ന ഒരു കിടിലൻ ആപ്പാണ് സെറ്റ് അഥവാ സെറ്റ് ക്രെഡിറ്റ് കാർഡ്. ഇത് സാധാരണ ഒരു ക്രെഡിറ്റ് കാർഡ് പോലെയല്ല. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ വരുമാന സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ പഴയ സിവിൽ സ്കോറോ ഒന്നും തന്നെ നിങ്ങൾക്ക് ഇതിൽ ആവശ്യമില്ല. ഇത് തികച്ചും സൗജന്യമായി ലഭിക്കുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ്. ഇതിലെ വാർഷിക ഫീസുകളോ മറ്റു ചാർജുകളോ ഒന്നും തന്നെ നിങ്ങൾക്ക് ഇതിലില്ല. ഇത് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് കൂടിയാണ്. നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഗൂഗിൾ സ്റ്റോറിലോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ സെഡ് എന്ന് ടൈപ്പ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും അതുപോലെ കമൻറ്റിലും ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾ ഡയറക്റ്റ് പ്ലേ സ്റ്റോറിലോട്ടായിരിക്കും പോകുന്നത്. അവിടുന്ന് നിങ്ങൾക്ക് ഈ ഒരു സെഡിൻ്റെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞതിന് നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ വിവരങ്ങളും നിങ്ങളുടെ മൊബൈൽ നമ്പരും ഒക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾ അതിലൊരു അക്കൗണ്ട് എടുക്കുക. എന്നിട്ട് നിങ്ങൾ SBM എന്ന് പറയുന്ന ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് എടുക്കുക. അതിൽ തന്നെയുണ്ട് SBM എന്ന് പറയുന്ന ബാങ്കിലാണ് ഏറ്റവും ചെറിയ എമൗണ്ട് നമുക്ക് FD ഇടാൻ പറ്റുന്നത്. 2000 രൂപ ഏറ്റവും കുറഞ്ഞ എമൗണ്ട് FD ഇടാൻ പറ്റുന്നത് SBM എന്ന് പറയുന്ന ബാങ്കിലാണ്. ആ ഒരു ബാങ്കിൽ നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അത് ഡീറ്റെയിൽ എല്ലാം കൊടുത്തുകൊണ്ട് നിങ്ങളങ്ങ് ചെയ്തു പോയാൽ മതി. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു അക്കൗണ്ട് വരും. ലാസ്റ്റ് നിങ്ങൾക്ക് ഇടാനുള്ള എമൗണ്ട് അവിടെ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ട് 2000 ആണെന്നുണ്ടെങ്കിൽ 2000 ആക്കി വെക്കുക. എന്നിട്ട് അതിൽ 2000 രൂപ ഇടുക. അങ്ങനെ 2000-ന് മേളിലോട്ട് എത്ര രൂപ വേണമെങ്കിലും ഇടാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അങ്ങനെ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് 5 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിലോട്ട് അവർ അയച്ചു തരും. പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല, തികച്ചും ഫ്രീ ആണ്. നിങ്ങൾ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞ് SBM ബാങ്കിൽ ഇപ്പോൾ ഒരു 2000 രൂപ അക്കൗണ്ടിൽ ഇട്ടെന്ന് വിചാരിക്കുക. FD ആയിട്ട് നിങ്ങളൊരു 2000 രൂപ ഇട്ടു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 90% നിങ്ങൾക്ക് ക്രെഡിറ്റ് ആയിട്ട് കിട്ടും. അതായത് ഇപ്പോൾ 2000 രൂപയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു 1700 രൂപയോളം നിങ്ങൾക്ക് ക്രെഡിറ്റ് ആയിട്ട് കിട്ടും. അത് ഈ കാർഡിൽ നിങ്ങൾക്ക് കിട്ടും. ആ ഒരു കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് 1800 രൂപയുടെ വരെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ പെട്രോൾ അടിക്കാം, അതുപോലെ മൊബൈൽ റീചാർജ് ചെയ്യാം, കടകളിൽ പോയി സാധനം മേടിക്കാം. അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റുപ്പേ കാർഡും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗൂഗിൾ പേയിൽ നമ്മൾ സാധാരണ കാർഡുകൾ ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് QR കാർഡ് സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് നടത്താം. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ പരിപാടികളും നമുക്ക് ഗൂഗിൾ പേ വഴിയും ഇത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന തുക, ക്രെഡിറ്റ് കാർഡിൽ നിന്ന് നിങ്ങൾ വിഡ്രോ ചെയ്യുന്ന അല്ലെ പേയ്മെൻറ്റ് ചെയ്യുന്ന പണം നിങ്ങൾക്കൊരു 45 ദിവസത്തെ സമയമുണ്ട് നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ വേണ്ടി. ഈ 45 ദിവസം സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ പണം തിരിച്ചടച്ചാൽ മതി. ഇപ്പോൾ നമ്മളൊരു 1800 രൂപ നമുക്ക് ക്രെഡിറ്റ് കാർഡിൽ കിട്ടും. ഇപ്പോൾ 2000 രൂപ ഒരാൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 1800 രൂപയോളം നമുക്ക് ഈ കാർഡിൽ ഉപയോഗിക്കാൻ വേണ്ടി കിട്ടും. ഇത് നമ്മൾ ഈ 1800 രൂപ നമ്മളൊരു 45 ദിവസത്തെ സമയമുണ്ട് നമുക്ക് ഈ പണം തിരിച്ചടച്ചാൽ മതി. പ്രത്യേകിച്ച് ഫീസുകളോ കാര്യങ്ങളോ 1 രൂപ പോലും പലിശയോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ 45 ദിവസം കൊണ്ട് തിരിച്ചടച്ചു കഴിഞ്ഞാൽ.
45 ദിവസത്തിന് ശേഷമാണ് നിങ്ങൾ അടയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് ചെറിയൊരു എമൗണ്ട് കൂടുതലുണ്ട്. അപ്പോൾ 45 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഈ പണം അടയ്ക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ നമ്മൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് വഴി നമുക്ക് കിട്ടുന്ന പണം ഒരു 4 അല്ലെ ഒരു 6 മാസത്തിനുള്ളിൽ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് പേയ്മെൻറ്റ് അതിൽ നിന്ന് മൊബൈൽ ചാർജ് ചെയ്യുകയോ പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിക്കുകയോ ചെയ്തിട്ട് കറക്റ്റായിട്ട് തിരിച്ചടച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ 4 അല്ലെ 6 മാസത്തിനുള്ളിൽ കറക്റ്റായിട്ട് നമുക്ക് സിവിൽ സ്കോർ വർദ്ധിക്കും. അതൊരു 750 മേളിലോട്ട് നമുക്ക് ഈസി ആയിട്ട് സിവിൽ വർദ്ധിക്കുകയും നമുക്ക് പിന്നീട് ബാങ്കുകളിൽ നിന്ന് ലോണൊക്കെ എടുക്കുവാനും സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, നിങ്ങൾ ആദ്യം ഇട്ട തുക ഫിക്സഡ് ആയിട്ട് FD ഇട്ട തുക, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലായിരുന്നു 2000 രൂപ, ആ പണം എന്തെടുക്കുമായിരിക്കുമെന്ന്, എന്ത് ചെയ്യുമായിരിക്കുമെന്ന്. ആ പണം നമ്മൾ ഫിക്സഡ് ആയിട്ടിരിക്കുന്ന FD ഇട്ടിരിക്കുന്ന പണം നമുക്ക് 7% പലിശ വെച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതവിടെ ഫിക്സഡ് ആയിട്ട് കിടപ്പുണ്ട്. 1 രൂപ പോലും നമ്മുടെ പോകത്തില്ല. നമ്മളത് ഫിക്സഡ് ആയിട്ട് എത്ര നാളിടുന്നോ അത്രയും നാൾ നമുക്ക് അതിൻ്റെ 7% വെച്ച് ബാങ്കുകളിനേക്കാളും കൂടുതൽ പലിശ നമുക്കത് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ആ കൂട്ടത്തിൽ ഒരു ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ വീട്ടിലോട്ട് അവർ അയച്ചു തരും. ആ കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുവാനും സാധിക്കും. ഇനി ഈ കാർഡ് കൊണ്ടുള്ള പ്രയോജനങ്ങൾ, നമ്മളിപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ സ്വിഗ്ഗി അല്ലെങ്കിൽ ടൊമാറ്റോ പോലുള്ള സാധനങ്ങളൊക്കെ ഓർഡറൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് പോയിന്റുകൾ ലഭിക്കും. അതനുസരിച്ച് നമുക്കത് ആ പോയിന്റുകൾ നമ്മുടെ അക്കൗണ്ടിലോട്ട് ആഡായി നമുക്കതൊരു ചെറിയൊരു തുകയായിട്ട് ലഭിക്കും. ഇനി അതല്ല, ഈ വലിയ ഓഫറൊക്കെ ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് 10% ക്യാഷ് ബാക്കും ഒക്കെ കിട്ടും. അത് ഓഫർ ഈ സെഡ് ആപ്പിനകത്ത് പല കാര്യങ്ങൾ നമുക്കത് അക്കൗണ്ട് എടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് വരും. ഓഫറിൽ ഇന്ന സാധനങ്ങൾ മേടിക്കാൻ പറ്റും, ഇപ്പം ചെയ്യുവാണെങ്കിൽ ഇത്ര രൂപ ഡിസ്കൗണ്ട് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള ഓഫറുകളൊക്കെ ഈ ആപ്പിനകത്തൂടെ നിങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കും. അതനുസരിച്ച് നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങുവാനും പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യാൻ, ഗ്യാസ് നിറയ്ക്കാൻ, കറണ്ട് ബില്ല് അടയ്ക്കാൻ, പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കുമ്പോൾ അവയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ കാർഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തൊരു ചെറിയ ശതമാനം ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിച്ചാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ എമൗണ്ട് ഒരു ട്രാൻസാക്ഷൻ ഫീസായിട്ട് നമ്മുടെ ഈ ഈടാക്കാറുണ്ട്. നമ്മൾ അതേസമയം ഈ സെഡ് ആപ്പ് വഴിയാണ് നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു രൂപ ലാഭം മാസാവസാനം നിങ്ങൾക്ക് ലാഭിക്കാനും പറ്റും ഈ ഒരു കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ നിങ്ങൾക്ക് വേറൊരു സംശയം നിങ്ങൾക്ക് തോന്നും, ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ പണം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പണം നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നുള്ളത്. ഒരിക്കലും നിങ്ങൾ ആ ഒരു കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അല്ലെ RBIയുടെ നിയന്ത്രണത്തിൽ വരുന്ന ഒരു ബാങ്കാണ്. അതുകൊണ്ട് ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇടുന്ന 1 രൂപയാണെങ്കിലും അത് സുരക്ഷിതമായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ കാണും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ നിക്ഷേപിക്കുന്ന പണത്തിന് നിങ്ങൾക്കൊരു ഇൻഷുറൻസ് പരിരക്ഷയും RBI നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഇനിയൊരു പക്ഷേ നിങ്ങൾ ഇടുന്ന ബാങ്ക് എന്തെങ്കിലും ഒരു കാരണവശാൽ പൂട്ടിയാൽ പോലും നിങ്ങൾ ഇടുന്ന പണത്തിന് പൂർണ്ണ ഉത്തരവാദിത്തം RBI നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നിങ്ങൾ നിക്ഷേപിച്ച പണം 1 രൂപ പോലും പോകാതെ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്ന ഉറപ്പും ഇതിൽ നൽകുന്നുണ്ട്. RBIയുടെ ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിങ്ങളിടുന്ന പണം ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോകത്തില്ല. പിന്നെ ഈ ഒരു സെഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് അതിൽ കയറി ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് ഇവരുടെ ആപ്പിലോട്ട് കയറി അവിടുന്ന് പ്ലേ സ്റ്റോറിലോട്ട് പോകും. ആ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എടുത്തുകൊണ്ട് അതിൻ്റെ അകത്ത് വഴി നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാവുന്നതാണ്. അക്കൗണ്ടിനകത്ത് ഏറ്റവും മിനിമം ഞാൻ പറഞ്ഞില്ലേ 2000 രൂപ വരെ ഏറ്റവും മിനിമം ഉണ്ട്. ആ 2000 രൂപ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1800 രൂപ വരെ ക്രെഡിറ്റ് കാർഡിൽ ക്രെഡിറ്റ് ആയിട്ട് കിട്ടും. ആ പണം ഉപയോഗിച്ച് നിങ്ങൾക്ക് മൊബൈൽ ചാർജ് ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ പരിപാടികളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെയുള്ള കാര്യം, ഞാൻ ഇതിൻ്റെ ഒരു അക്കൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരു ക്രെഡിറ്റ് കാർഡായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇതുപോലെ ഒരു കാർഡ്, നല്ല മനോഹരമായിട്ടുള്ളൊരു കാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വൈപ്പ് ചെയ്തുകൊണ്ട്, ഇതുപോലെ ഉള്ള കാർഡാണ് ഇത്, സ്വൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ സെഡ് ആപ്പിലൂടെ തന്നെ കൂടുതലും മൊബൈൽ ചാർജ് ചെയ്യാനും മറ്റുള്ള പേയ്മെൻറ്റ് ഇടപാടുകൾ നടത്താനും നോക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഗൂഗിൾ പേയിൽ നമ്മളൊരു മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 199 രൂപയുടെ പ്ലാന് നമ്മൾ ഗൂഗിൾ പേ വഴി ചാർജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് 200 രൂപ 90 പൈസയായിട്ടാണ് കട്ടാവുന്നത്. അതായത് ബാക്കി അവരുടെ ട്രാൻസാക്ഷൻ ഫീസായിട്ടാണ് ബാക്കി പൈസയും കൂടെ പോകുന്നത്. അങ്ങനെ നമ്മൾ 199 രൂപയുടെ ചാർജ് ചെയ്താലും 200 രൂപ 90 പൈസ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകും.
അപ്പോൾ ഈ ഒരു സെഡ് ആപ്പിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് അല്ലെ അക്കൗണ്ടിൽ നിന്നാണ് ചാർജ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 199 രൂപ മാത്രമേ ചിലവാകത്തുള്ളൂ. അത് നമ്മൾ ചെയ്തു നോക്കി ഉറപ്പ് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അതുപോലെ എല്ലാ ട്രാൻസാക്ഷനുകളും അവരുടെ ആപ്പ് വഴി ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ലാഭം കിട്ടും. ക്യാഷ് ബാക്കുകളൊക്കെ കിട്ടുന്നതും ഈ കൂടുതലും ഈ സെഡ് ആപ്പിലൂടെ ചെയ്യുമ്പോഴാണ്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, സിവിൽ സ്കോർ നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ലാത്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിവിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കാർഡ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 1800 രൂപ നിങ്ങൾക്ക് ക്രെഡിറ്റ് ആയിട്ട് കിട്ടുന്ന പൈസയിൽ ഫുൾ എമൗണ്ടുകളും എടുത്ത് തീർക്കാതെ നിങ്ങളിപ്പോൾ ഒരു മൊബൈൽ എല്ലാ മാസവും നിങ്ങളൊരു മൊബൈൽ ചാർജ് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് മൊബൈലോ അല്ലെ ഒരു 1800 രൂപ ഉള്ളതില്ലാത്തത് നിങ്ങളൊരു 500 രൂപയോ 600 രൂപയോ മാക്സിമം എടുക്കാവുള്ളൂ. അങ്ങനെ പൈസ എടുത്ത് ഒരു തുടർച്ചയായിട്ടൊരു 4-5 മാസം നിങ്ങൾ കറക്റ്റായിട്ട് പൈസ ചാർജ് ചെയ്ത് കറക്റ്റായിട്ട് തിരിച്ചടച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സിവിൽ വർദ്ധിക്കുന്നതാണ്. നമ്മൾ മുഴുവൻ എമൗണ്ട് എടുത്ത് തീർക്കാതെ പകുതി താഴെ എടുത്തുകൊണ്ട് കറക്റ്റായിട്ട് നമ്മൾ എടുത്ത് തിരിച്ചടച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് സിവിൽ വർദ്ധിക്കുന്നതാണ്. നമ്മളങ്ങനെ ചെയ്ത് നോക്കി ഉറപ്പ് വരുത്തിയത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ സിവിൽ വർദ്ധിപ്പിക്കാൻ പെട്ടെന്ന് വർദ്ധിക്കാനുള്ള മാർഗ്ഗം അതേ ഉള്ളൂ. ഇല്ലെങ്കിലും വർദ്ധിക്കും, ചിലരുടെ സമയം എടുക്കുമെന്നേ ഉള്ളൂ നമ്മൾ മുഴുവൻ എമൗണ്ടൊക്കെ എടുത്ത് തീർത്ത് കഴിഞ്ഞാൽ. പിന്നെ ഇത് SBM ബാങ്ക് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബാങ്കാണ്. ഇത് നിലവിൽ കുഴപ്പമുള്ള ബാങ്കൊന്നുമല്ല, ഇന്ത്യയിൽ RBIയുടെ കീഴിൽ വരുന്ന ഒരു ബാങ്ക് തന്നെയാണ്. അപ്പം ഇതിനകത്ത് പണം ഇടുന്നതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ സാധാരണ ക്രെഡിറ്റ് കാർഡ് പോലെയല്ല ഇത്. നമുക്കറിയാമല്ലോ, സാധാരണ ക്രെഡിറ്റ് കാർഡിന് നമ്മൾ വർഷാവർഷം അതിന് ഒരു ഫീസുണ്ട്. അതിൻ്റെ ഒരു കാർഡ് നമ്മൾ കൈവശം വെക്കുന്നതിന് ഒരു 1000 രൂപയോളം നമുക്ക് ചിലവ് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ എക്സ്ട്രാ അഡീഷണൽ ചാർജുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിന് ഈ പറഞ്ഞ പ്രത്യേകിച്ച് ചാർജുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, ലൈഫ് ടൈം ഫ്രീ ആണ്. ഇത് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ അറിയാവുന്നവർക്കാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇത് ഉപയോഗിച്ച് നമുക്ക് സിവിൽ വർദ്ധിപ്പിച്ചെടുക്കാൻ ഇതിലും നല്ലൊരു മാർഗ്ഗം വേറെ ഇല്ല. മാർഗ്ഗം എന്നല്ല, നിങ്ങൾക്ക് വേറൊരു മാർഗ്ഗവും ഇല്ല. ഇങ്ങനെ മാത്രമേ നിങ്ങൾക്ക് സിവിൽ ഈസി ആയിട്ട് വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ബാങ്ക് മാത്രമല്ല, പല ബാങ്കുകളും ഉണ്ട് ആ സെഡ് ആപ്പിനകത്ത്. അപ്പം കൂടുതൽ എമൗണ്ടുകളൊക്കെ FD ഇടാൻ താല്പര്യമുള്ളവരെന്നുള്ളതെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ബാങ്കുകളുമൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഏറ്റവും ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് സിവിൽ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം അതിന് ഈ പറയുന്ന SBM ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ബാങ്കിലേ ഉള്ളൂ ഏറ്റവും ചെറിയ എമൗണ്ട് നിങ്ങൾക്ക് FD ഇടാൻ പറ്റുന്നത്. അപ്പം ഈ ബാങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് വേണമെങ്കിലും ഇടാം. കൂടുതൽ എമൗണ്ട് ഇട്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് 7% വെച്ച് പലിശ കിട്ടിക്കൊണ്ടിരിക്കും. നമുക്കറിയാമല്ലോ, ബാങ്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്രയും രൂപ കിട്ടത്തില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇടുന്ന പൈസയ്ക്ക് നമുക്ക് പലിശയും കിട്ടും, നമുക്ക് കൂടാതെ ഫ്രീ ആയിട്ടൊരു ക്രെഡിറ്റ് കാർഡ് കൂടെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ക്രെഡിറ്റ് കാർഡിനകത്ത് നമുക്ക് എത്ര രൂപയാണ് ഇപ്പോൾ ഇടുന്നത്, ഇപ്പോൾ 5000 രൂപയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ 4500 രൂപ നിങ്ങൾക്ക് ക്രെഡിറ്റ് ആയിട്ട് കിട്ടും. ആ 4500 രൂപ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. യൂസ് ചെയ്യാൻ പറ്റിയിട്ട് ഒരു 45 ദിവസത്തെ സമയം നിങ്ങൾക്ക് കിട്ടും. 45 ദിവസം നിങ്ങൾക്ക് ഒരു വായ്പയായിട്ട് തരുന്ന പോലെയാണ്. അങ്ങനെ തരുന്ന പൈസ കറക്റ്റ് ആ 45 ദിവസത്തിനുള്ളിൽ ഒരു ബില്ല് വരും. ആ സമയത്ത് കറക്റ്റായിട്ട് അടച്ചു കഴിഞ്ഞാൽ 1 രൂപ പോലും കൂടുതൽ നിങ്ങൾക്ക് കൊടുക്കണ്ട. നിങ്ങൾ ഈ കാർഡ് വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഓഫറുകളും ലാഭങ്ങളും നിങ്ങളുടെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അക്കൗണ്ടിൽ FD ഇട്ടിരിക്കുന്ന പൈസയുടെ പലിശയും കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എനിക്കാണേലും അറിയാമായിരുന്നു, ഒത്തിരി പേര് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് സിവിൽ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു ആമസോണിൽ നിന്നൊക്കെ ഒരു സാധനങ്ങൾ, ഇപ്പോൾ ഒരു മൊബൈൽ ഫോണൊക്കെ ഒന്ന് വാങ്ങാൻ വേണ്ടി EMI ആയിട്ട് വാങ്ങാൻ വേണ്ടി നോക്കുമ്പോഴായിരിക്കും അവർക്ക് സിവിൽ ഇല്ലാത്തത് കൊണ്ട് ലോൺ കിട്ടത്തില്ല. സിവിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി അവർ നോക്കുമ്പം അവർ ബാങ്കിലൊക്കെ ആണെങ്കിലും ചെല്ലുമ്പോൾ അവർ പറയുന്നത് ചെറിയൊരു എമൗണ്ട് ലോൺ എടുക്കാനാണ് പറയുന്നത്. എന്നിട്ട് ആ ലോൺ തിരിച്ചടച്ചാൽ മാത്രമേ അവർക്ക് സിവിൽ വർദ്ധിക്കത്തുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് സിവിൽ വർദ്ധിപ്പിക്കാൻ പറ്റിയൊരു മാർഗ്ഗമാണ് ഇത്. കറക്റ്റായിട്ട് ചെറിയ എമൗണ്ട് ഇട്ട് ചെയ്തു പോകാമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. പിന്നെ ഈ ഒരു ആപ്പിനെക്കുറിച്ചും അല്ല ഇതിനെക്കുറിച്ചും എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് എഴുതി ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരേക്കും ബൈ.